പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നയിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശ്രീമതി രമേശ് ചെന്നിത്തല 2016-21 കാലഘട്ടത്തിൽ UDF നേതൃസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമതി രമേശ് ചെന്നിത്തല ചില മേലധ്യക്ഷന്മാരും ചില മതസമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല NSSൻ്റെ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിന് പെരുന്നയിൽ പോയിരുന്നു. അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളും ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയെ അവരുടെ യോഗങ്ങൾക്ക് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമണ്ഡലത്തിലും കോൺഗ്രസിനകത്തും ഈ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച സജീവമാക്കി. രമേശ് ചെന്നിത്തലയാണോ യോഗ്യൻ അതോ VD സതീശനാണോ യോഗ്യൻ എന്നുള്ള ചർച്ച സജീവമായി ഉയർന്നു വന്നു. അത് ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസിലെ ചില കോണുകളിൽ നിന്ന് അതിനെതിരായി ചില ശബ്ദങ്ങൾ ഉയർന്നു വന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിലേക്ക് ഉള്ള ചർച്ചകൾ ഉയർന്നു വന്നു. എന്തായാലും 2026 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ വളരെ വിശദമായി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകളുണ്ട്. അതിൽ VD സതീശൻ അതൃപ്തനാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകളുണ്ട്. ആ ചർച്ചകളൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതാരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശദമായി ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, 2026 UDF ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണമോ എന്നുള്ള ചർച്ചയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് ഒരു 3-3.5 വർഷം അല്ലെങ്കിൽ 3.25 വർഷത്തോളം ഇപ്പോൾ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞിരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജീർണിച്ച ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാം. എന്നാൽ മറുഭാഗത്തുള്ള ഏറ്റവും ഗതികെട്ടൊരവസ്ഥ എന്താണ്? ആ സർക്കാരിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭവും നടത്താൻ കഴിയാത്ത, ആ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വളരെ വന്ധീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിൽ. അതാണ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. സാധാരണഗതിയിൽ സർക്കാർ മോശമാകുമ്പോൾ സാമാന്യം തെറ്റില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ജീർണിച്ച ഒരു ഭരണപക്ഷം, അതുപോലെ തന്നെ ജീർണിച്ച ഒരു പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇല്ലാത്ത നിലയിൽ BJPയുടെ വളർച്ച. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി ഒരു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്ത് വന്നു. 9 മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. അപ്പോൾ BJPയുടെ ശക്തമായ വളർച്ച. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ എടുത്തു നോക്കിയാൽ 3ആയിട്ട് നമുക്കതിനെ ഭാഗിക്കാം. ഒന്ന്, പൊട്ടിപ്പൊളിഞ്ഞ് ചീഞ്ഞു നിറയ ഇടതുപക്ഷ സർക്കാർ, ചത്തുമലച്ച ഒരു പ്രതിപക്ഷം, വലിയ തോതിൽ വളർന്നു വരുന്ന BJP. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സാഹചര്യം. കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് പോകുന്നു. CPM വോട്ടുകളും BJPയിലേക്ക് പോകുന്നു.
BJP ആണെങ്കിൽ വലിയ തയ്യാറെടുപ്പുകളിലേക്ക് പോയിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളൊന്നും സമയപരിമിതി കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിലാണ് നമ്മൾ 2026 തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടത്. അത് പറയുമ്പോൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടല്ല UDF തെരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്നുള്ള വാദഗതിയുണ്ട്. അത് ശരിയുമാണ്. 2026 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഒന്നും UDFന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. 2016 2021 രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവർ ഉണ്ടായിരുന്നു. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ ബോധ്യമാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 2016 2021 പിണറായി വിജയനോട് കിടപിടിക്കുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായിരുന്നു. അവർ 2016 2021 പിണറായി വിജയനോട് കിടപിടിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. പക്ഷേ എന്നാൽ ഇപ്പം എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു വശത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വലിയൊരു ഈ പറഞ്ഞ പോലെ അപ്രമാദിയായിട്ടുള്ളൊരു നേതാവ് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ UDFലെ VD സതീശൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പിണറായി വിജയനോട് കിടപിടിക്കാൻ കഴിയുന്ന സ്റ്റേച്ചറുള്ള ഒരു നേതാവല്ല എന്നുള്ള കാര്യത്തിൽ സുഹൃത്തുക്കളെ ആർക്കാണ് തർക്കം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിലുപരിയാണ് 3-3.5 വർഷക്കാലമായി ഈ ഗവൺമെൻറ്റിനെതിരെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. വട്ടപൂജ്യം. ഒരു ഈ പറഞ്ഞ പോലെ ഒരു 10,000 പേരെ വെച്ചൊരു സമരം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിയമപോരാട്ടം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിലെ ചില പ്രസംഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന VD സതീശൻ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി LDF പൊട്ടിപ്പൊളിഞ്ഞൊരു സംവിധാനമാണെങ്കിലും അതിൻ്റെ നേതൃസ്ഥാനത്ത് തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പിണറായി വിജയനും UDFൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് കിടപിടിക്കാൻ കഴിയുന്ന ഒരു നേതാവില്ലാത്ത ഒരവസ്ഥയും. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇന്ന് സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ആണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ളവരാരൊക്കെയാണ്? VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, K സുധാകരന് താല്പര്യമുണ്ട്, ശശി തരൂരിന് താല്പര്യമുണ്ട്, KC വേണുഗോപാലിന് താല്പര്യം. 4-5 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. അവരോരോരുത്തരെയും നമുക്കൊന്നെടുത്ത് പരിശോധിച്ചു. ഇപ്പോൾ KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അയാൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെയുണ്ട്. അയാൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അയാളെ നമുക്ക് കാണാൻ പോലുമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അയാൾ ഇല്ല, വട്ടപൂജ്യമാണ്. ദേശീയ തലത്തിൽ അയാൾക്ക് വലിയ ചുമതലയുമുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ KC വേണുഗോപാലിനെ ഒരു കാരണവശാലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി രണ്ടാമത്തെ ശശി തരൂരാണ്. ശശി തരൂർ MP ആണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന MP ആണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അയാൾ ഇടപെടാറില്ല എന്ന് മാത്രമല്ല പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം അയാൾ പുലർത്തുന്നു എന്നുള്ള നിലയിലുള്ള വിമർശനവും അയാളെ സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തത് K സുധാകരനാണ്. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് ആരോഗ്യപരമായി തന്നെ അയാൾക്ക് പ്രശ്നമാണ്. എന്ന് മാത്രമല്ല കണ്ണൂരിലെ MP കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ K സുധാകരൻ്റെ നേതൃത്വത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പരാജയം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ K സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ചർച്ച ചെയ്യുന്നതിൽ പോലും യാതൊരു അർത്ഥവുമില്ല എന്നാണ്. പിന്നെ വരുന്നത് 2 പേരാണ്. ഒന്ന് VD സതീശനും ഒന്ന് രമേശ് ചെന്നിത്തലയും. VD സതീശന് തുറന്ന ഒരു ഫീൽഡാണ് 2021 കിട്ടിയത്. പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തി എല്ലാവരെ കൊണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് VD സതീശന് 2021 കിട്ടിയത്. പക്ഷേ നിർഭാഗ്യവശാൽ VD സതീശൻ അത് പൂർണ്ണമായി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ അനുഭവം എടുത്ത് നോക്കിയാൽ എല്ലാ മേഖലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ്റെ പ്രവർത്തനം വമ്പൻ പരാജയമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല, നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടില്ല, ഇരകളോടൊപ്പം നിന്ന് സമരം ചെയ്തിട്ടില്ല, ഒരു പ്രധാനപ്പെട്ട വിഷയവും കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കുറേ പ്രസ്താവനകൾ അവിടെ ഇവിടെയൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ VD സതീശന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള
തൃപ്തികരമായ പ്രവർത്തനവും കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമല്ലേ? ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ? കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നുണ്ടോ വി ഡി സതീശനെ? കോൺഗ്രസ്സുകാരുടെ ഇടയിൽ എന്തെങ്കിലും അംഗീകാരം വി ഡി സതീശൻ? അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളവും സാധ്യത തൂലവും കുറവാണ് എന്നാണ് എനിക്ക്. സുഹൃത്തുക്കളെ, അവിടെയാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല നിലപാടെടുക്കുന്നത്. ഞാൻ നേരത്തെ മുതൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായൊരു നിലപാട് എടുത്തുകൊണ്ട് വന്നിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. നമുക്കറിയാം 2016-21 കാലത്ത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. എത്ര തൃപ്തികരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എത്ര തവണ പിണറായി വിജയനെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് അദ്ദേഹം 2016-21 കാലഘട്ടത്തിൽ. എത്ര വിഷയങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. എത്ര തൃപ്തികരമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2021 കിറ്റും കോവിഡും ഈ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഒരു തിരതള്ളലിൽ പിണറായി വിജയന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുകയാണ് ചെയ്തത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? രമേശ് ചെന്നിത്തലയോട് ചോദിക്കുക പോലും ചെയ്യാതെ, അയാളോട് പറയുക പോലും ചെയ്യാതെ അയാളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി വി ഡി സതീശനെ കൊണ്ടുവരികയല്ലേ ചെയ്തു. ഈ കഴിഞ്ഞ 3-3.5 വർഷക്കാലത്തെ പ്രവർത്തനം എടുത്തു നോക്കി, ഒരു തരത്തിലുള്ള സ്ഥാനങ്ങളുമില്ലാതെ, ഒരു അതൃപ്തിയും നേതൃത്വത്തോട് കാണിക്കാതെ, നേതൃത്വം കൊടുത്ത എല്ലാ ചുമതലകളും പരിപൂർണമായി അച്ചടക്കത്തോടുകൂടി ചെയ്തുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ സജീവമായി ഉയർത്തിക്കൊണ്ട് പൊതുമണ്ഡലത്തിൽ നിൽക്കുകയല്ലായിരുന്നു രമേശ് ചെന്നിത്തല. ഇനി രമേശ് ചെന്നിത്തലയിലെ ഇന്ന് ആകപ്പാടെ കോൺഗ്രസിനകത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള സ്റ്റേച്ചറുള്ള നേതാവ് അയാൾ മാത്രമല്ലേ. നമ്മളൊന്ന് ആലോചിച്ചു, 2 തവണ മന്ത്രി, 28 വയസ്സിലാണ് ആദ്യമായി മന്ത്രിയാവുന്നത്. അതിനുശേഷം അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിലെ ആഭ്യന്തരമന്ത്രി, 3-4 തവണ MP, ഏതാണ്ടൊരു എത്രയോ വർഷം, എനിക്ക് തോന്നുന്നൊരു 2005 മുതൽ 2014 ഒരു 7 വർഷം KPCCയുടെ പ്രസിഡൻറ്റ്. ആ സമയത്തൊക്കെ തന്നെ എത്ര കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടന്നെന്ന് ആലോചിച്ചു. 2005 DIC ഉൾപ്പെടെ ഉണ്ടാക്കി കർണാടകയ്ക്ക് അപ്പുറത്തേക്കൊക്കെ പോയ സമയത്താണ് അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആവുന്നത്. പക്ഷേ എത്രയോ കാര്യക്ഷമമായ പ്രവർത്തനമാണ് അദ്ദേഹം ഈ KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 2009 ലോക്സഭയിലേക്ക് ജയിച്ചു, UDF ജയിച്ചു. 2010 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു. ആകെ ഒരു തവണ UDF ജയിച്ചിട്ടുണ്ട്. 2011 UDF നിയമസഭയിലേക്ക് ജയിച്ചു. ആ വിജയങ്ങളെല്ലാം ഉണ്ടാക്കിയ വളരെ വലിയ സ്റ്റേച്ചറുള്ള, ഉമ്മൻചാണ്ടിയുടെ അത്രയും സ്റ്റേച്ചറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഉമ്മൻചാണ്ടിയും കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേച്ചറുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചവരാണ് മമതാ ബാനർജി, ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് കീഴിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള, വളരെ നല്ല സ്റ്റേച്ചറുള്ള, ജനങ്ങളോട് അടുത്ത ബന്ധം പുലർത്തുന്ന, മാധ്യമങ്ങൾക്കായി നല്ല ബന്ധം പുലർത്തുന്ന, അവരോടൊക്കെ വളരെ മാന്യവും മര്യാദയ്ക്കും പെരുമാറുന്ന ഒരു ഏറ്റവും വലിയ സ്റ്റേച്ചറുള്ള ഒരു നേതാവല്ലേ രമേശ് ചെന്നിത്തല. കേരളത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാളല്ലേ രമേശ് ചെന്നിത്തല. വി ഡി സതീശന് ആരെ അറിയാം? വി ഡി സതീശൻ്റെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? 4-5 തവണ MLA ആയിരുന്നു, അവിടുന്ന് നേരെ പ്രതിപക്ഷ നേതാവ്, 2-3 പ്രൊമോഷൻ കിട്ടി പ്രതിപക്ഷം. അതുപോലാണോ രമേശ് ചെന്നിത്തല? എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3.5 വർഷക്കാലമായും അദ്ദേഹം എത്രയോ ജനകീയ വിഷയങ്ങളെടുത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ഇന്നത്തെ അത്യസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ചീഞ്ഞളിഞ്ഞ ഒരു ഗവൺമെൻറ്, ചത്തുചീഞ്ഞ ഒരു പ്രതിപക്ഷം, വൻതോതിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്ന BJP, ഈ സാഹചര്യത്തിലും ഈ കഴിഞ്ഞ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പ്രവർത്തകരുടെ ഇടയിലും ജനങ്ങൾക്കിടയിലുമൊക്കെ ഒരു അവർക്കൊരു വിശ്വാസമുണ്ടാകണമെങ്കിൽ UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് KC വേണുഗോപാൽ ഫിറ്റ് ഇൻ ചെയ്യില്ല, K സുധാകരൻ ഫിറ്റ് ഇൻ ചെയ്യില്ല, ശശി തരൂർ ഫിറ്റ് ഇൻ ചെയ്യില്ല, വി ഡി സതീശൻ അമ്പേ പരാജയവും വൻ പരാജയവുമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇന്ന് സ്റ്റേച്ചറുള്ള, താഴെത്തട്ടിലെ അണികളുമായി ആത്മബന്ധമുള്ള, മികച്ച സംഘാടകനായ, ഒട്ടേറെ ഉന്നത സ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിൽ ഇരുന്നിട്ടുള്ള, ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.